പൊങ്കാലയ്ക്കെത്തിയിട്ടുള്ള മുഴുവൻ ആളുകളെയും മുഴുവൻ ഭക്തജനങ്ങളെയും സുരക്ഷിതമായി പൊങ്കാലയിടുന്നതിന് വേണ്ടിയുള്ള വലിയ സംവിധാനങ്ങളാണ് കേരളത്തിലെ ഗവൺമെൻറ്, പ്രത്യേകിച്ച് നമ്മുടെ ജില്ലയിലെ നേതൃത്വം വഹിക്കുന്ന ബഹുമാനിയായ മന്ത്രിമാരുമൊക്കെ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഉള്ളത്. നഗരസഭയ്ക്ക് മറ്റ് വകുപ്പുകളേക്കാൾ വലിയ ഉത്തരവാദിത്തമാണുള്ളത്. എല്ലാവർക്കും പൊങ്കാല അവസാനിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഉത്തരവാദിത്വം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഏതാണ്ട് 3 മാസം മുമ്പ് തുടങ്ങിയ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ, മുൻകരുതലുകൾ അത് പൊങ്കാലയ്ക്ക് ശേഷം ആരംഭിക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്. ഏതാണ്ട് 2400ഓളം നഗരസഭയുടെ ജീവനക്കാർ, ഹരിതകർമ്മ സേനാ പ്രവർത്തകർ, മറ്റ് വോളണ്ടിയേഴ്സ് അടങ്ങുന്ന വലിയ സംഘമാണ് ഈ നഗരത്തെ ഇങ്ങനെയാക്കി മാറ്റിയിട്ടുള്ളത്. ഇവിടെ സെക്രട്ടറി പറഞ്ഞതുപോലെ നമുക്ക് പരമാവധി ഇടങ്ങളിലെ മാലിന്യങ്ങൾ ഈ നിമിഷം തന്നെ മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രിയോടുകൂടി തന്നെ പൂർണ്ണമായി നമ്മുടെ നഗരം വളരെ അതിശയിപ്പിക്കുന്ന തരത്തിൽ വളരെ സുന്ദരമായി മാറാൻ വേണ്ടി പോകുന്ന ഒരു സാഹചര്യമാണ്. എല്ലാ വർഷവും നടക്കുന്നത് പോലെ തന്നെ കോവിഡിന് ശേഷമുള്ള വലിയ രീതിയിലുള്ള പൊങ്കാലയം എന്ന നിലയിൽ നമ്മുടെ ആർട്ടിഫിഷ്യൽ റെയിൻ എന്നൊക്കെ പറയാൻ കഴിയുന്ന തരത്തിലേക്കുള്ള റോഡ് വെള്ളം ഒഴിച്ച് ശുചീകരിക്കുന്ന വലിയ പ്രവൃത്തിയാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത്. അതിനുവേണ്ടി കരമ്പിണി എന്ന് പറയുന്ന സംഘടനയാണ് നമുക്ക് ശ്രീ സജി അദ്ദേഹമാണ് ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമുക്ക് ഈ വാഹനങ്ങൾ എത്തിച്ചതിനുള്ള സൗജന്യമായിട്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സൗജന്യമായി ഭക്ഷണം കണ്ടെത്തുന്നതിന് വേണ്ടി ഗവൺമെൻറ് റെസ്റ്റോറൻറ്റുകാരുടെ വലിയ സഹായമുണ്ടായി. അതുപോലെ തന്നെ വാഹനങ്ങൾ, വിവിധ വാഹനങ്ങൾ, ടിപ്പർ ലോറി അടക്കമുള്ളത് സ്പോൺസർഷിപ്പ് മുഖാന്തരം കണ്ടെത്താൻ വേണ്ടി കഴിയും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് വളരെ ജനപങ്കാളിത്തത്തോടുകൂടി തന്നെ ഈ ശുചീകരണ പ്രക്രിയ ഏറ്റെടുക്കാൻ നഗരസഭയ്ക്ക് സാധിച്ചു എന്നുള്ള കാര്യം വളരെ സന്തോഷത്തോടുകൂടി ഓർക്കുകയാണ്. ഇതെത്തിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും നഗരസഭയുടെ ഭാഗത്തു നിന്ന് നന്ദി അറിയിക്കുന്നു. തീർച്ചയായും നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് നമ്മളെപ്പോഴും തീരുമാനമെടുക്കുകയും അത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും അതിന് നേതൃത്വം കൊടുത്തത് നമ്മുടെ ആരോഗ്യ വിഭാഗം ജീവനക്കാരും നമ്മുടെ ശുചീകരണ തൊഴിലാളികളുമാണ്. അവർ തന്നെയാണ് ഇന്ന് ഏറ്റവും പ്രശംസ അർഹിക്കുന്നത്. അവർ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നഗരസഭയോടൊപ്പം ഈ ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി കൂടി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി. റെഡിയാണോ? ഓടി ഓടി ഐഡിയ എങ്ങനെയൊക്കെ